നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം വ്ളാത്താങ്കരയിൽ നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഒരു യുവാവ് യുവതിയെ അതിക്രൂരമായി വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. പിന്നീടാണ് അവർ ഭാര്യയും ഭർത്താവുമാണ്, എന്താണ് അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കുടുംബകലഹത്തെ തുടർന്നാണ് ഭാര്യയെ ഭർത്താവ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് സംഭവം. PSC കോച്ചിംഗ് സെന്ററിലെ അധ്യാപകനായ വിഷ്ണുനാഥാണ് തൻ്റെ ഭാര്യ അൽമയെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. വിഷ്ണുനാഥിന് 36 വയസ്സാണ് പ്രായം. ഭാര്യ അൽമയ്ക്ക് 33 വയസ്സാണ് പ്രായം. 9 വർഷം മുമ്പ് ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് വ്ളാത്താങ്കര RC ചർച്ചിന് സമീപമുള്ള ഇവരുടെ വീട്ടിൽ വെച്ച് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ആ സമയം വിഷ്ണുവും അൽമയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. വിഷ്ണുവിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് അൽമയെ ആക്രമിക്കുകയായിരുന്നു. കഴുത്തിന് പിന്നിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും പ്രാഥമിക നിഗമനം. രക്തത്തിൽ കുളിച്ചു കിടന്ന അൽമ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. കൊലപാതകത്തിന് ശേഷം ഒളിച്ചോടാൻ ശ്രമിക്കാതെ വിഷ്ണു നേരെ പോയതും അഭിഭാഷകനായ തൻ്റെ മൂത്ത സഹോദരൻ്റെ അടുത്തേക്കാണ്. ഈ മൂത്ത സഹോദരൻ്റെ വീട് ഇവർ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ്. അവിടെ പോയി സഹോദരനോട് ഞാൻ അൽമയെ കൊന്നു എന്നാണ് വിഷ്ണു വെളിപ്പെടുത്തിയത്. ഇതോടെ സഹോദരൻ ഞെട്ടി. പിന്നീടാണ് നാടിനെ നടുക്കിയ വിവരം പുറം ലോകം അറിയുന്നത്. ഉടൻ തന്നെ സഹോദരൻ പോലീസിനെ വിവരം അറിയിക്കുകയും പാറശാല പോലീസ് സ്ഥലത്തെത്തി വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വ്ളാത്താങ്കരയിൽ ഇന്നലെ കൊല്ലപ്പെട്ട അൽമ അയൽക്കാരുമായി അകലം പാലിച്ചിരുന്നെങ്കിലും സോഷ്യൽ മീഡിയ പേജുകളടക്കം നിരവധി ആളുകൾ പിന്തുടരുന്ന വലിയൊരു സുഹൃത്ത് വലയത്തിനുടമയായിരുന്നു. വിഷ്ണുനാഥ് അൽമ ദമ്പതികളുടേത് പ്രണയ വിവാഹമായിരുന്നു. ഒട്ടേറെ പൂച്ചകളെയും നായ്ക്കളെയും ഇവർ വളർത്തുന്നുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഇവർ പൂച്ചകൾക്കൊപ്പമുള്ളതും ഭർത്താവ് ഒന്നിച്ചുള്ളതുമായ ചിത്രങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാറുമുണ്ട്. അതായത് സോഷ്യൽ മീഡിയ പേജുകളിൽ എപ്പോഴും സജീവമാണ്. പക്ഷേ അയൽക്കാരുമായിട്ടൊന്നും അത്ര നല്ല ബന്ധത്തിലല്ല അൽമ ഉണ്ടായിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ അൽമയ്ക്ക് അതിനുള്ള പിന്തുണ നൽകിയിരുന്നത് വിഷ്ണു എന്നാണ് ബന്ധുക്കളുടെയൊക്കെ തന്നെ മൊഴി. പിന്നെ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയില്ല. അതായത് സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ എപ്പോഴും നല്ലൊരു ഭാര്യ ഭർത്തൃ ദമ്പതികളെ പോലെയായിരുന്നു ഇരുവരും ജീവിച്ചിരുന്നത്. ഇവരുടെയും ജീവിതത്തിലെ പല നിമിഷങ്ങളും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. പിന്നെ എന്തിനാണ് ഒരു നിമിഷത്തെ ദേഷ്യത്തിൻ്റെ പുറത്താണോ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം വിഷ്ണു ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും അത് ആ സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ അവിടെയുള്ള ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിലുള്ള കലഹം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് വിഷ്ണു പോലീസിനെ മൊഴി നൽകിയത്. എന്നാൽ ഇക്കാര്യം പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. അൽമയുടെ അവസാന സമൂഹ മാധ്യമ പോസ്റ്റ് ഈ മാസം 13-ന് ഫേസ്ബുക്കിൽ നിന്ന് ടാലന്റ് ബാഡ്ജ് നേടിയതിനെ കുറിച്ചുള്ളതായിരുന്നു. വിഷ്ണുവും അൽമയും 9 വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. നാട്ടുകാർക്കും അയൽവാസികൾക്കും ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു ഈ ദമ്പതികൾ. പുറമെ വലിയ പ്രശ്നങ്ങളൊന്നും പ്രകടിപ്പിക്കാതിരുന്ന കുടുംബത്തിൽ നിന്നും ഇത്തരം ഒരു വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിലാണ് പ്രദേശം. അധ്യാപകനായി ജോലി നോക്കുന്ന മാന്യമായി പെരുമാറുന്ന വിഷ്ണു ഇത്തരം ഒരു ക്രൂരത ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇവർക്ക് കുട്ടികളില്ലായിരുന്നു എന്നത് പലപ്പോഴും കുടുംബ സംസാരങ്ങളിൽ വരാറുണ്ടായിരുന്നെങ്കിലും അതുതന്നെയാണോ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇന്നലെ രാവിലെ ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടായി. പിന്നാലെ വെട്ടുകത്തി ഉപയോഗിച്ച് അൽമയുടെ പിൻകഴുത്തിലും തലയിലും വെട്ടുകയായിരുന്നുവെന്നാണ് ഭർത്താവ് മൊഴി നൽകിയിരിക്കുന്നത്. രക്തം വാർന്ന അൽമ തലക്ഷണം മരിച്ചു. പാറശാല പോലീസ് വീട്ടിലെത്തുമ്പോൾ വീടിനുള്ളിലെ ബെഡ്റൂമിലും രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു അൽമയുടെ മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് കസ്റ്റഡിയിലെടുത്ത വിഷ്ണു കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള മൊഴി. എന്നാൽ ഇത് തന്നെയാണോ അതോ മറ്റേതെങ്കിലും പ്രകോപനം ഉണ്ടോ ഈ കൊലപാതകം ചെയ്യാനായിട്ട് എന്നുള്ളതൊക്കെ തന്നെ ഇനി ശാസ്ത്രീയ തെളിവെടുപ്പുകൾ ആവശ്യമാണ്. അതിനെ
അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും റിപ്പോർട്ടുകൾ പുറത്തുവരിക. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും പോലീസ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഓഫീസർമാരും പരിശോധന നടത്തി. അതേസമയം അധ്യാപകൻ എന്ന നിലയിൽ സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്വന്തം പങ്കാളിയെ ഇല്ലാതാക്കാൻ തുനിഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആശയവിനിമയമോ നിയമപരമായ വഴികളോ തേടുന്നതിന് പകരം അക്രമത്തിന്റെ പാത സ്വീകരിച്ചത് ഒരു കുടുംബത്തെ ആകെ തകർത്തിരിക്കുകയാണ്. വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഈ കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി പോലീസ് അയൽവാസികളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. ഈ സമയം മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ലേ, ഇവർ മാത്രമായിരുന്നോ താമസിക്കുന്നുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല ഈ കാരണം തന്നെയാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നത്. കാരണം 9 വർഷത്തോളമായി പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇരുവരും. അങ്ങനെ അവർക്കിടയിലുള്ള ദീർഘകാലമായി പ്രണയിച്ച് വിവാഹം കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഇവർക്കിടയിൽ ഇത്തരത്തിലൊരു പ്രശ്നം വന്നത് ഒരാളെ കൊല്ലാനുള്ള ഒരു അവസാന പോംവഴിയിൽ കലാശിച്ചോ എന്നുള്ളതടക്കമാണ് എല്ലാവരെയും ഏറെ നടുക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനി കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ചോദിച്ചു വരികയാണ്. അയൽവാസികളുടെയൊക്കെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തുന്നു, ബന്ധുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് തന്നെയാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്, അതോ വിഷ്ണുവിന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ, കൃത്യമായി ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണോ, അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ പേരിൽ വീട്ടിലുണ്ടായിരുന്ന ഒരു ആയുധമെടുത്ത് അൽമയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പാറശാല പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്.